بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. എവിടുന്നാ ഊരിത കൊണ്ടുവരപ്പെട്ടു ഇവിടെ സുആലാനി ഊരിതന്റെ നായ്പാല് സുആലാനി അവിടെ തന്നെ സുആലൈനി എന്നല്ല പറയല്. ആര് കൊണ്ടുവന്നു? ഊരിത ആരോ കൊണ്ടുവന്നു, ആളില്ല. സുആലാനി രണ്ട് ചോദ്യം കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. നീ ചിന്തിച്ചാൽ ഫീമ ഒന്നിൽ. ഇതിപ്പോ ഷറഹ് എഴുതിയ ആളാ പറയുന്നത്. ഈ നേരത്തെ മുനാദറക്ക് മത്തനേര് ഒരു നിർവചനം പറഞ്ഞില്ലേ, തവജ്ജുഹ്. ആ നിർവചനത്തിന് എതിരെ ആരോ എന്താക്കിയിട്ടുണ്ട്, രണ്ട് ചോദ്യം കൊടുത്തിട്ടുണ്ട്. അതാണ് എന്റെ അമ്മലത്തെ നീ ചിന്തിച്ചു. ഷറാഹ് പറയാണ്, എന്റെ അമ്മലത്തെ നീ ചിന്തിച്ചാല് തലൗന അലൈക്ക, നമ്മളെനിക്ക് പറഞ്ഞു തന്ന ഒന്നിൽ ചിന്തിച്ചാല്. തലൗന പറഞ്ഞാൽ നമ്മള് വായിച്ചു തന്ന, നമ്മൾ ഓതി തന്ന ഒന്നിൽ നീ ചിന്തിച്ചാല് എലഹറുലക്ക നിനക്ക് ലാഹറാകും ഇതിന്റെ തള്ള്. അതിന്റെ മറുപടി, ആ ചോദ്യത്തിന്റെ മറുപടി ഇപ്പൊ ഞാൻ തൊട്ട് മുകളിൽ നമ്മളിപ്പോ നിർവചനത്തിന് ശേഷം മൂപ്പർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഇപ്പൊ ഇതുവരെ ഈ ഊരിതിന്റെ തൊട്ട് മുകളിൽ പറഞ്ഞില്ലേ, അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നിട്ട് ആദ്യം നിന്നിട്ട് അതിന്റെ മറുപടി കിട്ടും. വരണേ അഹദുഹുമ, അതിന് ഒരു ചോദ്യം. അന്നൽ ഖറല, ഉദ്ദേശം. പടിയെടുത്ത നേരം പോകുന്നു തോന്നുമ്പോ വരില്ല. അഹദുഹുമ, ഒരു ചോദ്യം. അന്നൽ ഖറല, ഇങ്ങോട്ട് കയറടാ, ബാക്ക് പോയിക്കണേ. അന്നൽ ഖറല, ഉദ്ദേശം. മിൻ തവജ്ജുഹി കുല്ലി മിനൽ മുതഖാസിമൈനി, മാണങ്ങ ഇരുന്നാൽ മതി, എല്ലാത്തർക്കും വണ്ടി വിടാം. ഉദ്ദേശം ഇരിക്കാനല്ല പറഞ്ഞത്, പോർന്ന് ശരിക്കും മാണങ്ങ എന്നാ മതി എന്ന് പറഞ്ഞത്. അന്നൽ ഖറല, ഉദ്ദേശം. മിൻ തവജ്ജുഹി കുല്ലി മിനൽ മുതഖാസിമൈനി, തർക്കിക്കുന്നവരിൽ രണ്ടാളിൽ നിന്നുള്ള ഓരോരുത്തരുടെയും മുന്നിടലിനാലുള്ള ഉദ്ദേശം. തവജ്ജുഹി മുന്നിടലിനാലുള്ള ഉദ്ദേശം. വാഹിദി മിൻഹും, അല്ലെങ്കിൽ രണ്ടാളും അല്ലെങ്കിൽ രണ്ടിൽ ഒരാള്, അവരുടെയൊക്കെ ഉദ്ദേശം. രണ്ടാളോ രണ്ടാളിൽ നിന്നോ ഒരാളോ, തർക്കിക്കുന്ന രണ്ടാളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഒരാളുടെ ഉദ്ദേശം. കഥയക്കൂന് ചിലപ്പോ ആവാറുണ്ട് തഗലീത്ത സ്വാഹിബിഹി, കഥയക്കൂനും ആ ഉദ്ദേശമാകാറുണ്ട്. എന്താകാറുണ്ട്? കൂട്ടുകാരനെ പിഴച്ചവനാണ് എന്ന് വരുത്തലാവും, അല്ലാതെ സത്യം വെളിവാക്കലല്ല. ഇൽസാമഹു, അവനെ ഉത്തരം മുട്ടിക്കലാകും. അത് മാത്രമേ ലക്ഷ്യം, സത്യം വെളിവാകലാവില്ല. വലായദുഖുലു, അത് കടക്കണില്ല ഈ നിർവചനത്തില്. ഫലയക്കൂനു, ഈ നിർവചനമാകും. അപ്പൊ അത് ഈ നിർവചനത്തിൽ കടക്കണില്ല. കാരണം ലാർലി സ്വവാബി നിർവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. മനസ്സിലായ? ഫലയദുഖുലു, അപ്പൊ ഇത് കടക്കണില്ല ഈ നിർവചനത്തില്. തഖ്ലീത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി കടക്കണില്ല. ഫലയക്കൂനു ജാമിയൻ, ഈ നിർവചനം എന്തുമല്ല, എല്ലാ മുനാദറനി ഉൾക്കൊള്ളിക്കണില്ല. കാരണം ഇത് മുനാദറനല്ലേ, അപ്പൊ ഇതിനെ പെടുത്തണില്ലല്ലോ എന്നാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. അതാണ് ഒരു ചോദ്യം. പിന്നെ രണ്ടാം ചോദ്യം, താനീഹിമ അന്നഹു, നിശ്ചയം കാര്യം. ഇതാ ഫുരില, സങ്കല്പിക്കപ്പെട്ടാൽ. മുനാദിറുൻ, ഒരു മുനാദറ നടത്തുന്ന ആള്.
അല്ല മറ്റേന്റെ മറുപടി ഇപ്പൊ ഇതിന്ന് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അല്ലെ. അതന്നെ എന്താവണം തന്നെയാണ് മുനാദറ. ശരിക്കും മുനാദറ ആകണമെങ്കിൽ ലാറിൽ ഹത്താവണം എന്നുള്ളതന്നെ. മറ്റേത് മുനാദറ അല്ല എന്നുള്ളതന്നെ. മുനാദറ ആകണ ലായക്കൂന്ന് ജാമ്യ എന്ന് പറഞ്ഞാല് മനസ്സിലായ. ലായക്കൂന്ന് ജാമ്യ എന്ന് പറഞ്ഞാൽ ഈ മുനാദറ ഈ നിർവചനം എല്ലാ ഭാഗത്തെയും എന്താക്കണില്ല, ഒരുമിച്ച് കൂട്ടണില്ലല്ലോ എന്നാണ്. അതിനാ ഒരുമിച്ച് കൂട്ടണ്ട. അത് എന്തല്ല, മുനാദറ അല്ല എന്നെ മറുപടി. ഇതാറിലെ ഹത്താവുമ്പോ തന്നെയാണ് മുനാദറ ആവുള്ളൂ. രണ്ടാം ചോദ്യം അന്നഹുയിൻ പുരില. ഇതാ പുരില ചോദ്യകർത്താവിന്റെ ചോദ്യമാണ്. ഒരു മുനാദിറിനെ സങ്കല്പിക്കപ്പെട്ടാൽ, മുനാദിറാനി രണ്ട് മുനാദറ നടത്തുന്നവർ. പുരില മുനാദിറാനി. ബലവ ഹാലുഹുമ, അവർ രണ്ടാടെ ഹാല് എത്തിയിട്ടുണ്ട്. തസ്ഫിയത്തി, മനസ്സിന്റെ ശുദ്ധീകരണത്തിന്റെ അങ്ങേ അറ്റത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇസ്രാക്കിക്കാരെ പോലെ. ഇലായാലമ കുല്ലൻ, ഓരോരുത്തർക്കും അങ്ങേ അറ്റത്ത് എത്തിയിട്ട് ഓരോരുത്തർക്കും അറിയാൻ കഴിയും. ലമീർ സ്വാഹിബി, മറ്റവന്റെ മനസ്സിലുള്ളത് വരെ അറിയാൻ കഴിയും. അത്ര സ്ഫുടതയുടെ അങ്ങേറ്റത്ത് എത്തിക്കണം. കേട്ടെ, വൈനാദിർ കുല്ലൻ, എല്ലാവരും മുനാദർ അടുത്തു രണ്ടാളും. പിന്നെ ഈ മനസ്സിലായിട്ട് മറ്റേ കൂടെ മുനാദറയെ നടത്തും. ഏതുപോലെ മുനാദറത്തിൽ വാഖിയത്തി ബൈനൽ ഹുക്കമായി ഇശ്റാഖീന, ഇശ്റാഖിക്കാരായ ഹുക്കമാക്കളുടെ ഇടയിൽ നടന്ന പല മുനാദറകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിർവചനം അത്താരീഫു, നിർവചനം പറയാൻ പറ്റുന്നില്ലല്ലോ ഈ മുനാദറിനെ പറ്റി എന്നൊരു ചോദ്യമുണ്ട്. അതിന് നമ്മള് മറുപടി പറഞ്ഞു കഴിഞ്ഞു. എന്ത്, ഈ മനസ്സില് മനസ്സിലായ ഇങ്ങോട്ട് പറയാണ് ഈ ചോദ്യകർത്താവ്. അന്നൽ ഖുസൂമത്ത, കാരണം ഈ തർക്കം ഖൗലു കുല്ലി, ഓരോരുത്തരും പറയലല്ലേ. ഖിലാഫമാ യഖൂലുഹുൽ ആഖറു, ആര് പറയുന്നതിന് വിരുദ്ധമായിട്ട് പറയലല്ലേ എന്നൊക്കെയാണ് ചോദ്യം. അതിന് മറുപടി പറഞ്ഞു, അങ്ങനെ പറയണമെന്നൊന്നുമില്ല, പറച്ചില് മനസ്സില് പറഞ്ഞാ മതി. മനസ്സിലായ? ഈ രണ്ട് ചോദ്യത്തിനും മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും കിട്ടുന്നതാണ് എന്നാണ് ഇപ്പോ പറഞ്ഞത്. മനസ്സിലായ? സുമ്മ, പിന്നെ ഇനി മറ്റൊരു കാര്യം പറയും. ഇനി ഇതല്ലട്ടാ, ഈ ചോദ്യോത്തരൊക്കെ കഴിഞ്ഞു. അൽ മുറാദ് ബിൻ നിസ്ബത്തി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്തിൽ തർക്കിക്കുന്നവർ. ബിൻ നിസ്ബത്തി ബൈന ശൈഅൈനി എന്നല്ല പറഞ്ഞത്, നിസ്ബ കൊണ്ടുള്ള ഉദ്ദേശം. നിസ്ബത്തുൽ ഖബരിയ നിസ്ബാണ്, ഇൻഷായി അല്ല. ഉണ്ട് ഇല്ല എന്നൊക്കെ കാര്യം പറയണ നിസ്ബാണ്. വാർത്ത പറയാ, കഴിഞ്ഞ പോയ കാലത്തുണ്ടായൊരു വാർത്തയോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം വാർത്ത പറയാ, വരാനുള്ളതൊക്കെ വാർത്ത പറയുന്നതാണ് ഖബരി. അല്ലാതെ കൽപ്പിക്കലോ ചോദ്യം ചോദിച്ചാലൊന്നല്ല. ആ നിസ്ബയിലായിരിക്കും തർക്കം. അമ്മു, അത് അമ്മാണ്. മിനാന്തക്കൂന അംലിയത്തൻ, ഈ നിസ്ബ എന്താവാം, ഹംലിയാകാം. നമ്മള് ഇവിടെ പഠിച്ച മന്ദിക്കിൽ പഠിച്ച ഹംലിയാവാം, ഇത്തിസാലിയ, ഷർത്തിയ ഇത്തിസാലിയാവാം, ഷർത്തിയ ഇംതിസാലിയ, ഇമ്മായക്കൂന അതല്ലാത്തതൊക്കെ വരാം, അങ്ങനെ വരാം. ഇംതിസാലിയാണത്. ഇത്തിസാലി പറഞ്ഞാൽ ഇതാക്കാനത്ത് ശംസു തോലിയാത്ത ജവാബാക്കി പറയാം അല്ലെ. അതൊക്കെ രണ്ട് ഷർത്തിയ, മുത്തസിലും മുമ്പസിലും ഷർത്തിയാണ്, മറ്റേത് ആംലിയ. വലം. അപ്പൊ ഈ ഖബരിയ നിസ്ബ പറഞ്ഞാൽ അതൊക്കെ പെട്ടിട്ടാ. നീ അറിയടാ അന്ന നിശ്ചയ കാര്യം, അവിടൊക്കെ കാര്യത്തിക്കാണ് മടിക്കാൻ മതി, ആളില്ലാത്തടത്ത്. കാന ആദാബുൽ മുസന്നിഫീന, ഗ്രന്ഥരചയിതാക്കളുടെ അദബാണ്. കാന ദഅബുൽ മുസന്നിഫീന, മുസന്നിഫീങ്ങളുടെ പതിവ് ആയിരുന്നു. അവര് നിർവചനം പറയും. അൽ മുനാദറത്ത, മുനാദറക്ക് അവര് നിർവചനം പറയും. വൽ ആദാബ, ആദാബിനും നിർവചനം പറയും. ആദാബ് മുനാദറക്ക് പറഞ്ഞ പേരാ. ആദാബ് ആദാബ് മുനാദറ. അതെ, മുനാദറ എന്ന അർത്ഥത്തിന് നാത്തുബ് തഫ്സീർ എന്ന അടിയിലിട്ടിക്കണല്ല ചില കിതാബിൽ, പൈസ കൊടുത്ത കിതാബിലുണ്ടാവും. എന്തേ
മുനാദറക്കും ആദാബിനൊക്കെ, ആദാബ് പറഞ്ഞാൽ എന്താണ്? മുനാദറന്നെ 10 തഫ്സീറാണ്. ഇതിന് 2 പേരുണ്ട്. അപ്പൊ ആദാബെന്നും പേരുണ്ട്. അതിനൊക്കെ അവര് നിർവചനം പറയും. എങ്ങനെ? പണ്ടൊക്കെ മുസന്നിഫീങ്ങൾ പറഞ്ഞിരുന്ന നിർവചനം ബി കൗലിഹിം, അവരുടെ വാക്കുകൊണ്ടായിരുന്നു. ബി കൗലിഹിം, അവരുടെ വാക്കുകൊണ്ടായിരുന്നു. അന്നദറു മിനൽ ജാനിബൈനി ഫിന്നിസ്ബത്തി ബൈന ശൈഅൈനി, അങ്ങനെ നിർവചനം പറഞ്ഞിട്ടുണ്ട്. 2 ഭാഗത്തുനിന്നും നെളുർ ചെയ്യാം, ചിന്തിക്കാന്നാണ് ഇപ്പൊ നേരെ അർത്ഥം. 2 ഷൈഇന്റെ അടിയിലുള്ള നിസ്ബയിൽ ചിന്തിക്കാം, സവാബ് ഒഴിവാക്കാൻ വേണ്ടി. മനസ്സിലായ? മുനാദറിന്റെ നിർവചനം പോലെ പറഞ്ഞ നിർവചനം അതാണ്. എന്താണ്? അന്നദറു മിനൽ ജാനിബൈൻ, നമ്മളെ ഒക്കെ മാറ്റി തവജ്ജുഹുൽ മുതഖാസിമൈനി ഫിന്നിസ്ബത്തി വഇൽഹാറൽ സവാബി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. വലമ്മ കാന, ആയപ്പോൾ. കണ്ടില്ല? ഇൽഹാറൽ സവാബി വരെ നിർവചനമാണ് ഒരു പണ്ടുള്ളവര് പറഞ്ഞ നിർവചനം. വലമ്മ കാന, ആയപ്പോൾ. യരിദു അലാ ദാലിക, ഈ നിർവചനത്തിന്റെ മേലില് വരും, പ്രശ്നം വരും. എന്താ പ്രശ്നം? യരിദുവിന്റെ ഫായിലാണ്. യരിദു വരും, അലാ ദാലിക, ഇതിന്റെ മേൽ വരും. ആര് വരും? ഇഞ്ഞ് വരെയുള്ള കാര്യം വരും. എന്താ കാര്യം? അന്നനദറ, ഈ ചിന്ത എന്ന് പറയുന്നത്, 2 ഭാഗത്തുനിന്ന് ചിന്ത എന്ന് പറയുന്നത് അത് സ്വാദിക്കാകണില്ല. അസായിലും, ചോദ്യകർത്താവ് ചുരുക്കിയതിന്റെ മേലിൽ സ്വാദിക്കാകണില്ല. അലാ മുജറദിൽ മൻഇ, മറ്റോനെ മൻഇ ചെയ്യലിന്റെ മേലിൽ ചുരുക്കി. എന്താ? മൻഇ ചെയ്യലിന്റെ മേലിൽ ചുരുക്കി. നദർ എന്നല്ല പറഞ്ഞത്, ഇവിടെ ചിന്തിക്കാന്നാണ് പറഞ്ഞത്. 2 ഭാഗത്തുനിന്നും ചിന്തിക്കുക. അപ്പൊ എപ്പോഴാ മുനാദർ ആവുള്ളൂ? 2 ഭാഗത്തുനിന്ന് എതിറയ്യാറിഞ്ഞാല് തെളിവുകൾ കൊണ്ട് ചിന്തിക്കണം. തെളിവുകൾ വെച്ചിട്ട് ഞാൻ എന്റെ വാദം ഞാൻ തെളിവ് വെച്ചിട്ട് ചിന്തിക്കണം. ചിന്ത പറഞ്ഞാല് തെളിവ് വെച്ച് ആലോചിക്കണേനാണ്. അവനും എന്താക്കണം? തെളിവ് വെച്ച് ചിന്തിക്കണം. ചിലപ്പം മുനാദ നടത്തുമ്പോ ഒരു ഭാഗത്തുനിന്ന് അയാൾ തെളിവ് വെച്ച് ചിന്തിക്കൂല. പിന്നെ അയാൾ എന്ത് ചെയ്യല്? അവൻ പറഞ്ഞ തെളിവിനെ ഗണ്ണിക്കൽ മാത്രം നടത്തും, മനസ്സിൽ ചെയ്യാൻ മാത്രം നടത്തും. അതിനും കൂടി മുനാദറാന്ന് പറയലുണ്ട്. അപ്പൊ അത് പെടുന്നില്ല ഈ നിർവചനത്തിൽ. എന്നാൽ നമ്മൾ പറഞ്ഞ നിർവചനത്തിൽ പെടും. തവജ്ജുഹു എന്നേ പറഞ്ഞിട്ടുള്ളൂ, ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്ത് ചെയ്താൽ മതി? 2 തർക്കിക്കുന്നവർ മുന്നിടുക. എന്തിനാ തർക്കിക്കുന്നത്? 2 ഷൈഇന്റെ ഇടയിലുള്ള നിസ്ബയില് തർക്കമുള്ള ആള് എന്താകാന്ന് പറഞ്ഞിട്ടുള്ളൂ, മുന്നിട. പറഞ്ഞാല് അവൻ തെളിവ് പറയുമ്പോ അതിനെ മഞ്ഞ് ചെയ്താലും ഇവന്റെ ഭാഗത്തു നിന്നുള്ള മുന്നിടലല്ല. മഞ്ഞ് മാത്രം നടന്നാലും മുനാദറായി. അത് പെടണം. അതിനാണ് മുസന്നിഫ് മാറ്റിയത്, തവജ്ജുഹു മാറ്റിയത്. നദറുന്നാകുമ്പോ ദലീല് കൊണ്ട് ചിന്തിക്കണമ്പോ മാത്രമേ പെടുള്ളൂ. 2 ഭാഗം ചിന്തിക്കണമ്പോ മാത്രമേ പെടുള്ളൂ. അങ്ങനെ ആവണമെന്നില്ല മുനാദറാകാൻ. മനസ്സിലായ? ഒന്ന് പറ. ഫലമ്മക്കാന യരിദു അലാ ദാലിക, ഈ അന്നദറു എന്ന നിർവചനക്കാരുടെ മേലെ വരുന്നു. എന്ത് പ്രശ്നം വരുന്നു? ആ യരിദു വരുന്നു അലാ ദാലിക, അതിന്റെ ആരാ വരുന്നത്? ഈ കാര്യ വരുന്നത്. അന്നനദറ, നിങ്ങൾ പറഞ്ഞ ചിന്ത, 2 ഭാഗത്തുള്ള ചിന്ത സാധിക്കാകില്ലല്ലോ. ചോദ്യകർത്താവ് ചുരുക്കലിന്റെ മേല് മഞ്ഞെ മാത്രമായിട്ട് ചുരുക്കിയാല്. മനസ്സിലായ? അപ്പൊ അതാണ് നമ്മൾ നിർവചനം മാറ്റാനുള്ള ഒരു കാരണം. അങ്ങനെ ആ പ്രശ്നം വരുന്നു. പിന്നെ വേറെ ഒരു പ്രശ്നമുണ്ട്. ഈ അന്നദറു മിനൽ ജാനിബൈനി എന്ന് പറയുമ്പോ, അന്നൽ ജാനിബൈനി, ഈ ജാനിബൈനി എന്ന് പറഞ്ഞ പദം, അന്നദറു മിനൽ ജാനിബൈനി, അന്നദറുമല് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ജാനിബൈനി എന്ന പദം തർക്കിക്കുന്നവരും അല്ലാത്തവരും പെടുമല്ല. മനസ്സിലായ? അത് 2 എല്ലാം വ്യാപകമായ പദമാണ്. വൽ മുനാദറത്തു, മുനാദറയാണെങ്കിൽ ലാ തൂജദു, അത് ഉണ്ടാവൂലല്ലോ, ഇല്ല ബൈന മുതഖാസിമൈനിന്റെ അടിയിലല്ലാതെ. അപ്പൊ മിനൽ ജാനിബൈനി എന്ന വീടും തെറ്റ്. ഇനിയിപ്പൊ അവിടെ ഇതിന് മറുപടി പറയാം. അന്നദറു മിനൽ ജാനിബൈനി എന്നുള്ള ആ നിർവചനം ശരിയാക്കാൻ വേണ്ടി ഈ ഇസ്കാല്, ഈ വാലിദായി വന്ന 2 ഇസ്കാലില്ല, അതിന് മറുപടി വേണമെങ്കിൽ പറഞ്ഞു ഒപ്പിച്ച.
വഇൻ കാന യുംകിനു ദഫ്ഉൽ അവ്വലി, ഒന്നാമത്തെ ആ വന്ന ഇറാദായി വന്ന പ്രശ്നത്തെ തടുക്കാൻ സാധിക്കും. വഇൻ കാന സാധ്യം ആണെങ്കിലും യുംകിനു ദഫ്ഉൽ അവ്വലി, ഒന്നാമത്തെ പ്രശ്നത്തെ തടുക്കാൻ സാധിക്കും. എങ്ങനെ? ബിഇറാദത്തി നളർ കൊണ്ട് ഉദ്ദേശം ഇൽത്തിഫാത്തിൻ നഫ്സി ഇലൽ മആനി, ബിഇറാദത്തി ഇൽത്തിഫാത്തിൻ നഫ്സി, നഫ്സ് തിരിയ, ആശയത്തിലേക്ക് തിരിയ എന്നായിരിക്കും ഉദ്ദേശം. മിനൻ നദരി, എന്തിന്റെ ഉദ്ദേശം എന്ന് വെക്കുക. നദറിന്റെ ഉദ്ദേശം ദലീല് വെച്ച് ചിന്തിക്കാന്നൊന്നും വെക്കല്ലേ. നദറിന് എന്താ അർത്ഥമുള്ളൂ? നഫ്സ് ആശയത്തിലേക്ക് തിരിയാന്ന് മാത്രം വെച്ചാൽ മതി. അതിപ്പോ ഇവിടെ മൻഇ ചെയ്യണ ആള് എന്താകുമല്ല, അയാളെ മൻഇ എന്ന ആ ആശയങ്ങളിലേക്ക്, അയാള് മൻഇ ചെയ്യാൻ വേണ്ടി പറയാൻ പോകുന്ന ഒരു ആശയത്തിലേക്ക് മനസ്സിനെ തിരിക്കൂല. നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയത് എന്താ? മൻഇ ചെയ്യണ ആള് നിർവചനത്തിൽ പെടുന്നില്ലല്ലോ. അന്നദുറു എന്ന് പറഞ്ഞ നിർവചനത്തില് ഒരാള് എന്ത് മാത്രം ചെയ്യണുള്ളൂ? മൻഇ മാത്രം ചെയ്യണമെങ്കിൽ അയാള് നെതർ നടക്കണില്ലല്ലോ അയാൾക്ക്. അതിനെ നെതറിന് എന്തർത്ഥം വെക്ക? ആശയം ചിന്തിക്ക എന്ന അർത്ഥം വെച്ചാൽ മതി. ദലീല് ചിന്തിക്ക എന്ന അർത്ഥം വെക്കരുത്. മനസ്സിലായ? അങ്ങനെ വേണമെങ്കിൽ അവർക്ക് വേണ്ടി ഒപ്പിച്ച് നമുക്ക് കൊടുക്കാം. വൈകാന യുംകിനു ദഫ്ഉൽ അവ്വലി, ആദ്യത്തെ പ്രശ്നത്തെ തടുക്കാൻ സാധിക്കും. ബിഇറാദത്തി ഇൽത്തിഫാത്തിൻ നഫ്സി ഇലൽ മാനി, ആശയത്തേക്ക് മനസ്സ് ചിന്തിക്ക എന്ന്, തിരിയ എന്ന്. പിന്നെ നെതറി, നെതറിന്റെ അർത്ഥം അതാണെന്ന് വെച്ചാൽ മതി. എന്തല്ല നെതറിന്റെ അർത്ഥം? നമ്മൾ സാധാ വെക്കുന്ന അർത്ഥമല്ല. എന്താണത്? ദൂന തർത്തീബി ഉമൂരിൻ മഅലൂമത്തിൻ അൽ മുതഅദ്ദി ഇലാ മജ്ഹൂലിൻ, അറിയപ്പെട്ടതായ കുറെ കാര്യങ്ങൾ ക്രമീകരിച്ച് വെക്കുക, അത് കൂട്ടുന്നതായ, അൽ മുതഅദ്ദി, അത് കൂട്ടുന്നതായ എന്തിലേക്ക്? അറിയാത്ത കാര്യത്തിലേക്ക്. അങ്ങനെയാണ് നമ്മൾ പണ്ട് മന്ദിക്കിന് നെതറിന് അർത്ഥം വെച്ചിട്ടത്. അറിയപ്പെട്ട കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടിക്കാണ്ട് തെളിവുണ്ടാക്കുക, ഖിയാസ് ഉണ്ടാക്കുക. നമുക്ക് എന്ത് കിട്ടണം? ആലമ് ഹദീസാണ് കിട്ടണം. എടോ, ആലമ് മുത്തഗയ്യിറാണ്. ഈ മുത്തഗയ്യിറൊക്കെ അപ്പൊ ആലമ ഹദീസ് ദലീലാ പറയുന്നത്, ദലീലാണ് ചിന്തിച്ചത്. അതാണ് അറിയപ്പെട്ട കുറെ കാര്യങ്ങൾ കൂട്ടിവെക്കുക മജ്ഹൂൽ കിട്ടാൻ വേണ്ടി എന്നർത്ഥം വെക്കണ്ട. ആശയത്തിലേക്ക് മനസ്സ് പോകുക എന്നർത്ഥം വെച്ചാൽ മതി. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു നമ്മള്. എടുക്കാത്ത നമ്മളിപ്പോഴും ഈ 1-ാം ക്ലാസ്സിലെ നിസ്കാരത്തിന്റെ ഫർള് 6 അത് മാത്രം ആക്കിയാൽ അത് നിർത്തണം. കുറച്ചൊക്കെ ചിന്ത വരണ്ടേ, കുറച്ചൊക്കെ അന്ന വെക്കട്ടെ കുട്ടികള്. മനസ്സിലായ? അപ്പോഴല്ലേ ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴല്ലേ അന്തം വെക്കുള്ളൂ. ഇതിനെക്കാട്ടി കട്ടക്കാനുള്ള വേറെ വരണ്ട്, വേറെ വിഷയം. വൈകാന ദഫ്ഉസ്സാനി, രണ്ടാമത്തെ പ്രശ്നത്തിന് തടുക്കാൻ സാധിക്കും. മുതഖാസിമൈനി എന്നാണ് ഉദ്ദേശം എന്ന് വെക്കാം. എന്തിനാൽ? ജാനിബൈനിന്റെ അർത്ഥം മുതഖാസിമൈനി ആണെന്ന് വെച്ചാൽ അമ്മാണെന്നുള്ള പ്രശ്നം നേരത്തെ ഉണ്ടാക്കിയത്. എന്തർത്ഥല്ല ജാനിബൈനിന്റെ അർത്ഥം? അതെങ്ങനെ നിങ്ങൾക്ക് മുത്തഖാസിമൈനാണ് അവിടുത്തെ അർത്ഥം കിട്ടിയത്? ബിഹസബി മുതഫാഹിമിൽ ഉർഫി, ഉർഫിന്റെ ഗ്രാഹ്യത്തെ പരിഗണിച്ചുകൊണ്ട് അങ്ങനെ അർത്ഥം വെക്കാം. ഇവിടുത്തെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് അങ്ങനെ അർത്ഥം വെച്ചാൽ മതി എന്നർത്ഥം. ഉറുഫ് അനുസരിച്ച് വെച്ചാൽ മതി. നമ്മൾ ചിലപ്പോ തർക്കിക്കുന്ന രണ്ടാളുകള് ജാനിബൈനി എന്നൊക്കെ പറയില്ലേ, രണ്ട് കക്ഷികൾ എന്നൊക്കെ പറയില്ലേ. കക്ഷികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും എന്താ അർത്ഥം? മുത്തഖാസിമൈനായ കക്ഷികൾ എന്നല്ലേ അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ട് കക്ഷികൾ എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കണ്ട. ഈ കക്ഷികൾ എന്ന് പറഞ്ഞാൽ മുത്തഖാസിമൈനെ മുറാദാന്ന് വെച്ചാൽ മതി. വദഫ്ഉസ്സാനി, രണ്ടാമത്തിനെ തടുക്കാൻ കഴിയും. മുത്തഖാസിമൈനാണ് ഉദ്ദേശം. ഈ ജാനിബൈനി എന്ന് പറഞ്ഞതിനാൽ അത് എവിടുന്ന് കിട്ടി? അങ്ങനെ ഉദ്ദേശമൊക്കെ നിങ്ങൾക്ക് മാറ്റൽ എവിടുന്ന് കിട്ടി? ഉറുഫിന്റെ ഗ്രാഹ്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ അത്. മനസ്സിലായ? ഇനിയിപ്പൊ അങ്ങനെയൊക്കെ അതിന് മറുപടി ഒക്കെ പറഞ്ഞ് ഒപ്പിച്ചാൻ കഴിയും. പഴയ കാലത്തെ നിർവചനം അങ്ങനെയൊക്കെ ഒപ്പിച്ചാൻ കഴിയുമെങ്കിലും അതിനെക്കാട്ടി അങ്ങനത്തെ ഇഷ്കാലികൾ ഇല്ലാത്ത അടിപൊളി നിർവചനം ആര് പറഞ്ഞത്? നമ്മളെ മുസന്നിഫ് പറഞ്ഞത്. പഴയ കാലത്തുള്ള മുസന്നിഫീങ്ങൾക്ക്
നമ്മൾ എന്താക്കണ്ട, കുഴപ്പമുണ്ടാക്കണ്ട. ഓലിക്ക് നമുക്ക് എന്താക്ക, ഒരു വകുപ്പ് വെച്ചെടുക്കുക. ഓലും വലിയ ആൾക്കാരല്ലേ, നമ്മളൊക്കെ അവിടുന്ന് വന്നാലല്ലേ വേറുള്ളവര്. മുസന്നിഫ് ഇപ്പൊ ഈ നിർവചനമൊക്കെ വലിയ കാലത്ത് പഠിക്കണമെങ്കിൽ ഓർജോക്കി പഠിച്ചതേക്കാരല്ല. അപ്പൊ അങ്ങനെയാണ് മോശമാക്കും വേണ്ട ചിട്ട. പിന്നെ അപ്പൊ എന്താ പറഞ്ഞ് നമ്മളെവിടെ എത്തിയത്? നമ്മളവിടെ നിന്നല്ല എത്തിയത്. വലമ്മ കാന അണ്ടങ്ങള് എരിതു അലാതാലിക്ക. ഈ നിർവചനത്തുമല് വയലം എന്ന് പറയാണ്ട പറഞ്ഞു. ഒരു പ്രധാന പോയിന്റ് പറയാനുള്ളത് കൊണ്ടാണ് വയലം ഇട്ടത്. അന്നഹു കാന ദഅബുൽ മുസന്നിഫീന യുഅരിഫുൽ മുനാദാത വൽ ആദാബി ഖൗലിഹിം ഡാഷ്. അങ്ങനെയായിരുന്നു. പക്ഷേ വലമ്മ കാന യരിദു അലാ ദാലിക, അയ്മല് ചില പ്രശ്നം വരും. ഒന്ന് അന്നറിയിക്കാണ്ടുള്ള പ്രശ്നം, പിന്നെ വേറെ വായില അന്നൽ ജാനിബൈനി ആമയത്തഹാസിന പ്രശ്നമൊക്കെ വരും. അങ്ങനെ ലമ്മ കാന എരിതു, ഈ നെറ് എന്ന നിർവചനത്തിന്റെ മേലെ വരുമ്പോ ഇങ്ങനൊക്കെ വന്നപ്പോൾ അതലൽ മുസന്നിഫ്, ലമ്മന്റെ ജവാബാണ്. മനസ്സിലാണ്ട? മുസന്നിഫ് തെറ്റി അനിൽ ഖൈദൈനി, ഈ നെറ് എന്ന ആ കൈദിനെ തൊട്ടും ജാനിബൈൻ എന്ന കൈദ് ഒഴിവാക്കി. മുസന്നിഫ് പറഞ്ഞു, ഒന്നിനെ പറഞ്ഞു, ഒരു വേർഡിനെ പറഞ്ഞു. ലാ യരിദു അലൈഹി, ആ വേർഡിന്റെ മേൽ, ആ ഒന്നിന്റെ മേൽ വരൂല. ശൈഉം മിമ്മാ ദുക്കിറ, പറയപ്പെട്ട പ്രശ്നങ്ങളൊന്നും വരൂല. മനസ്സിലായ? പിന്നെ ഇനി പ്രശ്നം പറഞ്ഞാൽ എന്താ അറിയോ? ഇലഹാറലി സവാബി എന്നല്ലേ മുസന്നിഫ് പറഞ്ഞത്. എന്തിനാ മുനാദറ നടത്തുന്നത്? വെളിവാക്കാൻ വേണ്ടി. എന്നിട്ട് മുനാദറ നടത്തിയിട്ട് ശരി വെളിവാകലില്ല പലർക്കും. രണ്ടു കൂട്ടരും സമ്മതിക്കലുണ്ട. ശരി വെളിവാകലില്ല കുറെ മുനാദറ. അപ്പൊ അങ്ങനെയുള്ളതൊന്നും മുനാദറല്ലാന്ന് വരുമോ? ശരി വെളിവാകലില്ല. അല്ല, രണ്ട് മുത്തഖാസിമിനെ മുന്നിടുക, ശരി വെളിവാകാൻ വേണ്ടി. ലക്ഷ്യം എന്താണ്? ശരി വെളിവാകലാണ്. ലക്ഷ്യം അതായാൽ മതി. അവിടെ യഥാർത്ഥത്തിൽ എന്താവണമെന്നില്ല, ശരി വെളിവാകൽ സംഭവിക്കണമെന്നില്ല. അപ്പൊ ചിലവര് ഇത്തിറാതാക്കിയതാണെന്ന്, ശരി വെളിവായിട്ട് ഞങ്ങപ്പോ മുനാദറല്ലേ എന്ന്. അതിന് മറുപടി ഇപ്പൊ പറഞ്ഞു. ലക്ഷ്യം മുന്നിടുന്നത് ശരി വെളിവാകാൻ വേണ്ടിയാണെന്ന് വെച്ചിട്ട് ലക്ഷ്യം പൂവണിയണമെന്നില്ല. ഞാൻ അതിനെ പറ്റി പറഞ്ഞു. തുമ്മ എത്തറല ഒത്തിരിലാന്ന് ആക്കല്ലേ, തുമ്മ ഒത്തിരിലാലേ. പിന്നെ ഈ നിർവചനത്തിന്റെ മേലെ, നമ്മളെ നിർവചനത്തിന്റെ മേലെ ഇത്തിറാൽ പറയപ്പെട്ടു. മുസന്നിഫിന്റെ നിർവചനത്തിന്റെ മേലെ മുസന്നിഫിന്റെ മത്തിന് വേറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവുമല്ല. അതിന് ചിലപ്പോ ആരെങ്കിലും ഷറഹു എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ആരെങ്കിലും എന്താക്കിയിട്ടുണ്ടാവും? മുസന്നിഫിന്റെ നിർവചനത്തിന് ആ ഷറഹില് ചാമ്പിയിട്ടുണ്ടാവും. ആ ചാമ്പ്യന് നീ ഈ ഷറഹിന്ന് മറുപടി പറയാണ്. ചാമ്പ്യയുടെ പേരൊന്നും നമ്മൾ പറയണില്ല. അത് മോശല്ലേ? അതൊക്കെ വലിയ വലിയ ആൾക്കാരനെ ഇക്കാരോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂ. പറയുന്നവരെ പേര് വഹാബിയാണെങ്കിൽ നമുക്ക് നന്നാക്കി പറയാം, ചാമ്പ്യാളെ. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമ്പോ അത് ചിലപ്പോ അയാൾ പറഞ്ഞതിനെതിരെ മറ്റാൾക്ക് പറയാം. അത് അയാൾ പറഞ്ഞില്ല, അങ്ങനെയല്ലേ പറയേണ്ടതെന്ന് പറയാം. ഒരു ഉസ്താദ് പറഞ്ഞതിന് അങ്ങനെ പറയേണ്ടത് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടിപ്പോ അതിപ്പോ പ്രശ്നമൊന്നുമില്ല. അതിപ്പോ ഒരു മനുഷ്യന്മാരല്ല, മനുഷ്യമെന്നല്ല, എന്തൊന്നല്ല, ഒരു കത്തവും ഇല്ലാതെ പറയുള്ളൂ എന്നൊന്നുമില്ലല്ലോ. ചിലപ്പോ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കൂലേ എന്ത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമ്മളെ ഉസ്താദുമാരേക്ക് എന്തെങ്കിലും ഒരു കത്ത് ചിലപ്പോ വരാം, വരൂലെന്നൊന്നും പ്രസംഗത്തിലോ വാക്കിലൊക്കെ വരൂലെന്നോ അല്ല പ്രഭാഷകരിൽ നിന്നും വരൂലെന്നൊന്നും നമ്മള് പറയണില്ല. അതേച്ചിട്ട വേറെ പിടിച്ചു കണ്ട് എന്താക്കൊന്നും വേണ്ട, മുഖത്തതി ആക്കേ വാസിക്കാക്കൊന്നും വേണ്ട. പിന്നെ മുസ്ലിമിന്റെ നിർവചനത്തിന് ഇത്തറാൽ പറയപ്പെട്ടു. കഥ എലഹറു, ചിലപ്പോ വെളിവാകും. അന്നൽ മുനാദിറ, ഈ സമ്മതകൻ അവൻ ചിലപ്പോ വെളിവാകും. അവൻ ശരി മുസീബല്ല, ശരി
എത്തിച്ചവനല്ലാന്ന് വെളിവാകും. മുനാദിർ ഏതെങ്കിലും ഒരു മുനാദിർ ചിലപ്പം വെളിവാകും, എല്ലാവർക്കും മനസ്സിലാകും. ആർക്കും മനസ്സിലാകും? എതിരാളിക്ക് മനസ്സിലാകും. എന്ത് മനസ്സിലാകും? അതിലുള്ള ഒരാള് എന്തായിക്കണെന്ന് ശരിയല്ല, നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ശരിയെന്ന് മറ്റാളൊന്ന് സമ്മതിക്കും. ഞാൻ പറഞ്ഞത് എന്തല്ല ശരിയല്ല, അത് ശരിയല്ല, നിങ്ങൾ പറഞ്ഞതായിക്കോട്ടെ, സത്യം മനസ്സിലാക്കി തന്നല്ല എന്ന് പറയാണ്ട് ഒരു പിരിക്കും ചിലപ്പോ. അപ്പൊ ഒരു മുനാദിറിന് എന്തില്ലാന്ന് അയാൾക്ക് തന്നെ മനസ്സിലാകും. ഫഖറജ, അങ്ങനെ തന്നെയാണോ? ബിഅന്നഹു ഖദ് യദ്ഹറു അന്നൽ മുനാദിറ ഗൈറു മുസീബ്. അങ്ങനല്ല, കഥയല്ലാറും ചിലപ്പം ലാസ്റ്റ് വെളിവാകല് അന്നൽ മുനാദറ വൈറു മുസീബിൻ, മുനാദറ നടത്തിയ ആള് അവിടേക്ക് ഇടയ്ക്ക് നമുക്ക് ശരിക്കും അത് തെറ്റിക്കണം. അന്നൽ മുനാദറ വൈറു മുസീബിൻ, മുനാദറ നടത്തിയ ആള് ശരി കണ്ടെത്താത്തവനാകും. എന്ത് ആരാണ് ശരിയെന്ന് കണ്ടെത്താത്ത മുനാദറ ആയിരിക്കും നടന്നിട്ടുണ്ടാകുക. അർത്ഥം മാറ്റി. എന്താണ് ആ മുനാദറ? എങ്ങനെയുള്ള മുനാദറ ആയിരിക്കും? ശരി കണ്ടെത്താൻ പറ്റാത്ത മുനാദറയായിരുന്നു എന്ന് പിന്നെ മനസ്സിലാകും. ഫഖറജ, അപ്പോ ആ അങ്ങനെയുള്ള മുനാദറ പുറത്തായില്ലേ? ഈ നിർവചനത്തിന് പുറത്തായി. ശരി കണ്ടെത്തണം എന്നല്ല പറഞ്ഞിട്ടത്, അപ്പോഴല്ലേ മുനാദറാവുള്ളൂ. ആ നിർവചനത്തിൽ ആയുണ്ടല്ല. അപ്പൊ ഇൽഹാലി സ്വവാബി എന്ന കൗല് കൊണ്ട് ഖറജ, ഫഖറജ, ഏത് പുറത്തായി? ശരി കണ്ടെത്താത്ത മുനാദറക്ക് മുനാദറ എന്ന് പറയാൻ പറ്റൂലല്ലോ. നല്ല മനസ്സിലാക്കണം അവിടെ. ഫഖറജ, ഏത് പുറത്തായി? ഈ മുനാദറ പുറത്തായി. ഏത് മുനാദറ? എന്റെ ഫയല് മുമ്പത്തേക്ക് മടക്കണോ? മനസ്സിലായ? മുസന്നിഫിന്റെ ഇൽഹാലി സ്വവാബി പറഞ്ഞപ്പോ ആ മുനാദറക്ക് മുനാദറല്ല എന്ന് വന്നില്ലേ? ഖറജ, മുനാദർ നിർവചനത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തായില്ലേ? പുറത്താകാൻ പാടില്ല. വലായഫ, ഈ ഇത്തിറാലിനെ പറ്റി ചിന്തിച്ചു നോക്ക്. വലായഫ, ഈ ഇത്തിറാല് ലോക്കൽ ഇത്തിറാളാ. ചുമ്മാ ഇത്തിറാ എന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ പറഞ്ഞൊരു ഇത്തിറാലില്ലേ? വലായഫ, മറയൂല. ഒന്ന്, ആ ഇത്തിറാലിലുള്ള ഒന്ന് മിനറക്കാക്കത്തി, വളരെ ദുർബലതയാണ്. അത് വളരെ പൊട്ടൻ ഇത്തിറാലാ. എല്ലാവർക്കും തിരിയും ഒരു പോയിന്റ്. ഈ എത്തിറാദിലുള്ള ഒരു പോയിന്റ് അതെന്താണ്? അതിലുള്ള ഒന്ന് ദുർബലത ഉണ്ട്. ഹൈസു വേണ്ടി, വേണ്ടി. ലായൽസമു മിൻ കൗനി ശൈഇ, ഒരു വസ്തു ആവൽനാൽ ലാസിമല്ല. വർളം മിൻ ഫീലിൻ, ഒരു പ്രവൃത്തിയുടെ ഉദ്ദേശമാവൽ ലാസിമല്ല. ലായൽസമുന്റെ ഫായില് അയ്യൂജത ദാലിക്കൽ ഖർളു, എന്ത് ഉണ്ടാവണമെന്നില്ല, ആ ഉദ്ദേശം ഉണ്ടാവണമെന്നില്ല. അക്ബ ദാലിക്കൽ ഫീലി, ആ ഫീലിന്റെ. മനസ്സിലായില്ല? അതാണ് എന്റെ മറുപടി അയക്കണില്ല. കമാക്കാന ഖർളു ദാലിക്കൽ മുത്തരി, ആ എത്തിറാദ് പറഞ്ഞവന്റെ ഉദ്ദേശമായിരുന്നല്ലോ മിൻ അറദി ഹാദൽ കലാം, ഈ കലാം അയാൾ വെളിവാക്കലിനാൽ തഖ്തിഅത്തൽ മുഅർരിഫിൽ അല്ലാമി, അല്ലാമയായ നമ്മൾ തരീഫ് പറഞ്ഞ മുസന്നിഫിനെ പിഴച്ചവനാക്കലില്ലേ അയാളുടെ ഉദ്ദേശം? എന്താ പറഞ്ഞു? അതൊന്നും വെച്ചല. കമാക്കാന വറുതു ദാലിക്കൽ മുത്തരിലി, ഇത്തറാദ് പറഞ്ഞ ആളുടെ ഉദ്ദേശമായിരുന്നു ഈ കലാമിനെ അയാൾ വെളിവാക്കലിനാൽ എന്തായിരുന്നു അയാളെ മുറാദ്? തഖ്തിഅത്തൽ മുഅർരിഫി, നിർവചിച്ച ആ ഉസ്താദിനെ പിഴച്ചവനാക്കലായിരുന്നു. അല്ല അല്ലാമി നമ്മളെ മുസന്നിഫായ. വലം യഹ്സുൽ, ഉണ്ടായിട്ടില്ലല്ലോ. ഒന്ന് ഖസദ്, അയാൾ അതിനെ ലക്ഷ്യമാക്കി. മിനൽ മറാമി, അയാളുടെ ഉദ്ദേശത്തിനാൽ. അപ്പൊ
മനസ്സിലായി? എന്ന മാതിരി ഉദ്ദേശിച്ചതൊക്കെ നടക്കണമെന്നില്ല. ചുരുക്കി പറഞ്ഞാല് മുനാദറിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ശരി വെളിവാക്കലാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഉദ്ദേശം നടക്കാത്തതൊന്നും മുനാദറല്ല എന്ന് വരൂല. അള്ളാഹ്ക്കാണ് ദർറുൽ മുസന്നിഫി, ദർറുന മുസന്നിഫിന്റെ പാല് അള്ളാഹ്ക്കുള്ളതാണ്. അതറിയില്ലേ ആ പ്രയോഗം? ലില്ലാഹി ദർറുഹു ഫാരിസ് എന്നറിഞ്ഞില്ല. തഹജ്ജുദിന് വേണ്ടി മഷൂറല്ലാത്ത പല പദങ്ങളും ഉണ്ടല്ലോ, ധാരാളം പദങ്ങളുണ്ട്. അയാള് കുടിച്ച പാല് അള്ളാഹ്ക്കുള്ളത്. അയാൾ ചെറുപ്പത്തിൽ കുടിച്ച പാൽ അള്ളാഹ് പ്രത്യേകം കൊടുത്ത പാലാ. എന്താ ഉഷാറ്! ഹൈസു അറഫ, മുസന്നിഫ് നിർവചിച്ചു, റഹിമഹുല്ലാന്നുണ്ട് അവിടെ. ഹൈസു അറഫ, മുസന്നിഫ് നിർവചിച്ചു. മുനാദറക്ക് അല്ലേ, മുസന്നിഫ് എന്ന് പറഞ്ഞ പിന്നെ അങ്ങനെ വായിച്ചൂടെ, തെറ്റുണ്ടാ? മുനാദറക്ക് നിർവചിച്ചു അലാ വജ്ഹിൻ, ഒരു വജ്ഹിന്റെ മേലാണ് നിർവചിച്ചത്. യുഫഹമു മിൻഹു, അതിനാൽ മനസ്സിലാക്കപ്പെടും. യഫ്ഹമു മിൻഹുൽ മുനാദിറു, യഫ്ഹമു മിൻഹുൽ മുനാദറ നടത്തുന്ന ആള് അതിനാൽ മനസ്സിലാക്കും. അൽ ഇലൽ അർബഅ ലഹ, മുനാദറയുടെ 4 ഇല്ലത്തുകളെ മനസ്സിലാക്കണം. നിർവചനാണ് മുസന്നിഫ് പറഞ്ഞത്. ഒരു നിർവചനത്തിന് പറയുമ്പോൾ ആ നിർവചനത്തിന് 4 ഇല്ലത്തുകൾ ഉണ്ടാവും. ആ 4 ഇല്ലത്തുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. വലില്ലാഹി ദർറുൽ മുസന്നിഫ്. നിർത്തണ്ട നമുക്ക്. ഹൈത്ത് അറഫ, മുസന്നിഫ് നിർവചിച്ചു മുനാദറക്ക് അലാ വജ്ഹിൻ, ഒരു വജ്ഹിലായിട്ടാണ്. യഫ്ഹമു മിൻഹുൽ മുനാദിറു, മുനാദിറു മുനാദറ നടത്തുന്ന ആൾ അതിനാൽ മനസ്സിലാക്കും. അൽ ഇലൽ അർബഅ ലഹ, മുനാദറയുടെ ഇല്ലത്തുകൾ. ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ 4 ഇല്ലത്തുകൾ ഉണ്ടാവും. ഒന്ന് നിർമ്മിച്ച ആള്, അതായത് ആശാരി, കട്ടിലാണെങ്കിൽ ആശാരി. പിന്നെ അതിന്റെ ലക്ഷ്യം, ഇല്ലത്ത് ഫായിലിയ, അതാണ് ആശാരി. പിന്നെ ആ പണിയെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന മരം, ആണി, സ്കൂറ്, നെട്ട്, ബോൾട്ട്, പിന്നെന്താണ് ഉണ്ടാല് കട്ടില്, അതല്ല അതിന്റെ മെറ്റീരിയൽസ്, ചുറ്റിക മെറ്റീരിയൽസ്. ചുറ്റിക ഇങ്ങനെ കൊത്തിക്കല. എന്താണ്? അതാണ് ഇല്ലത്ത് മാത്തിയ. ഒന്നാമത്തെ ഇല്ലത്ത് ഫായിലിയ, ഇല്ലത്ത് മാത്തി മെറ്റീരിയൽസ്. ഇല്ലത്ത് ഫായിലിയയിൽ ഞങ്ങൾ ഇതുണ്ടാവുമോ? അതിന്റെ ആ വസ്തുക്കളിൽ ഞങ്ങള് പാർട്ടുകൾ ഞങ്ങള് സാധനം ഉണ്ടാവുമോ? ഇല്ല, അത് ഉണ്ടാകാനല്ല ഇല്ലത്താണ്. പിന്നെ അതിനാലൊരു ലക്ഷ്യം ഉണ്ടാവും, കെടുക്കുക, ഇരിക്കുക. അത് ഇല്ലത്ത് ഗായിയ, ലക്ഷ്യം. ലക്ഷ്യമില്ലാതെ ഒരു സാധനം ഒരാൾ ഉണ്ടാക്കൂല, ലക്ഷ്യം ഉണ്ടാകുമ്പോഴുണ്ടാക്കും. ഇനി എന്താ ഒരു ഇല്ലത്ത്? 3 ഇല്ലത്ത് ഫായിലിയ, ഇല്ലത്ത് മാത്തിയ, ഇല്ലത്ത് ഗായിയ, ഇല്ലത്ത് സുവരിയ. ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക രൂപമായിരിക്കും അതിനുണ്ടാകുക. ഇതാ ഈ രൂപം, അത് ഇല്ലത്ത് സുവരിയ. അതിന് മുമ്പില്ലേ ഇപ്പം ഉണ്ടായ രൂപമുണ്ട്. ഈ സൂറത്തില്ലാതെ സാധനം ഉണ്ടാവുമോ? അതിന്റെ ഫായിലില്ലാതെ സാധനം ഉണ്ടാവുമോ? മാതകളില്ലാതെ, പ്രധാന മെറ്റീരിയൽസ് ഇല്ലാതെ സാധനം ഉണ്ടാവുമോ? ലക്ഷ്യമില്ലാതെ സാധനം ഉണ്ടാവില്ല. അതാണ് ഇല്ലത്ത്, 4 ഇല്ലത്ത്. ഈ നിർവചനത്തിന് 4 ഇല്ലത്ത് നിങ്ങൾക്ക് കിട്ടാൻ കഴിയും. എന്തൊക്കെയാ പറയട്ടെ? ഫൈന തവജ്ജുഹ, അവിടെ ആദ്യം പറഞ്ഞത് മുന്നിടാന്നല്ലേ? മുനാദറക്ക്, മുനാദറ കട്ടിലിന് ഇപ്പൊ എത്ര ഇല്ലത്തുകളുണ്ട്? ഒരു കട്ടിലിന് എത്ര ഇല്ലത്തുണ്ട്? 4 ഇല്ലത്തുകളുണ്ട് അല്ലെ? ഇതിനൊക്കെ 4 ഇല്ലത്തുകളുണ്ടോ? ഏതൊരു വസ്തുവിനും 4 ഇല്ലത്തുണ്ട്. മുനാദറ എന്ന സാധനത്തിന് എന്തുണ്ട്? 4 ഇല്ലത്ത്. അത് മുനാദറ എന്ന് പറഞ്ഞ സാധനത്തിന് 4 ഇല്ലത്തുകളുണ്ട്. ആ 4 ഇല്ലത്തും മുസന്നിഫ് നിർവചനത്തിന്റെ ഉള്ളിൽ പെടുത്തിയിട്ടുണ്ട്. അല്ല, അതിനെ അറിയിക്കുന്ന പദമുണ്ട്. ഈ മുന്നിട എന്ന കാര്യം ഇല്ലത്തുൻ സുവരിയത്ത്. ഏത് ഇല്ലത്താണ്?
ആ മുന്നിടലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുന്നിടലാണ് അതിന്റെ സൂറത്ത്. ആ കട്ടില് എന്ന് പറഞ്ഞ സാധനം അതാണ്. ഇല്ലത്ത് സുവരി അതാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ കാണല്ലേ ലൈവിലൊക്കെ മുന്നിട. ആ മുത്തഖാസിമീൻ എന്ന വാക്ക് ഇല്ലത്ത് ഫായിലിയ. ആ തർക്കിക്കുന്നവർ എന്ന് പറഞ്ഞതാണ് ഫായിലിയ ഇല്ലത്ത്. ആ രണ്ട് വസ്തുവിന്റെ ഇടയിലുള്ള നിസ്ബയിലാണ് ഈ മുന്നിടല്. അതാണ് ഇല്ലത്തു മാത്തിയ. അവിടെ അതിലാണ് തർക്കം. അതാണ് അതിന്റെ മാത്തിയ. അത് ഇല്ലത്തു ഗാലിയ. അതാണ് ലക്ഷ്യം. വൽ ഖൈദുൽ അഖീറു ഇൽഹാറുൽ സവാബി എന്ന അവസാനത്തെ ഖൈദ് ഇഹ്തിറാസുൻ അനിൽ മുജാദല. മുജാദല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തർക്കമുണ്ട്, അത് ഒഴിവാക്കാനാണ്. അവിടെ സ്വഭാവം മനസ്സിലാക്കാനാവില്ല, ഞാൻ വലിയ ആളാണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തവജ്ജുൽ മുത്തഖാസിമൈനി ഒക്കെ ഉണ്ടാവും രണ്ട് ഷെയ്ന്റെ ഇടയിൽ നിസ്ബയില്. പക്ഷെ എന്തിനായിരിക്കൂല ഇൽഹാറുൽ സവാബ് ആയിട്ടില്ലെങ്കിൽ അതിനെന്താ പറയാ, മുജാദല. മുജാദലയെ പുറത്താക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. മുക്കാബറ എന്ന് പറഞ്ഞിട്ട് വേറൊരു സംവാദമുണ്ട്, അതും പുറത്തായി. ഇഖ്തിറാസുൻ അനിൽ മുജാദലത്തി വൽ മുക്കാബറത്തി ഫല്ലവ്വൽ. മുജാദല എന്ന് പറഞ്ഞാണ് മാ ഫസ്സറഹു ബിഖൗലി. അതിന്റെ നിർവചനമാണ് ഇനി പറയാൻ പോണത്. പിന്നെ മുക്കാബറ നിർവചനം പറയും, ആ പേജിൽ തന്നെ പറയുന്നുണ്ട്.